नमस्ते। तुम सब कैसे हो? ठीक है ना? एक लंबी छुट्टी के बाद हम अपने हिंदी कक्षा शुरू किया है। सबको हिंदी कक्षा की ओर सुस्वागत। आज हम सरिता शर्मा की बेटी नामक एक कविता पढ़ेंगी। सरिता शर्मा की बेटी नामक कविता पढ़ेंगी। पहले सरिता शर्मा के बारे में सुनो। सरिता शर्मा का जन्म छत्तीसगढ़ में हुआ था। सरिता शर्मा का जन्म छत्तीसगढ़ में हुआ था। एमए और पीएचडी की उपाधि प्राप्त कर वे समाजवादी कार्य में लग रही। समाज का आधार वास्तव में वे स्त्री को मानती है। उनकी कविताओं का मूल विषय भी यही है। पुरुष केंद्रित आधुनिक समाज की अमानवीय अवधारणाओं पर वे वार करती है। बेटी नामक कविता में सरिता शर्मा भ्रूण हत्या के बारे में कहती है। भ्रूण हत्या के बारे में कहती है। स्त्री अथवा बेटी को जीने का अधिकार है या सबको यहाँ जीने का अधिकार है। सुनिए कविता की पहली पंक्तियाँ। मैया जन्म से पहले मत मार। मैया जन्म से पहले मत मार। बाबुल जन्म से पहले मत मार। चाहे मुझको प्यार न देना, चाहे तनिक दुलार न देना, कर पाओ तो इतना करना, जन्म से पहले मार न देना। मैं बेटी हूँ, मुझको भी है जीने का अधिकार। भ्रूणावस्था में भ्रूण अपने माँ बाप से कहती है, हे माँ, जन्म के पहले मुझे मत मारो। हे माँ, जन्म से पहले मुझे मत मारो।
हे पिता, जन्म के पहले मुझे मत मारो. मैं बेटी हूँ. मैं बेटी हूँ. मुझे भी जीने का अधिकार है. मुझे भी जीने का अधिकार है. तुम मुझे प्यार और दुलार न देना. तुम मुझे प्यार और दुलार न देना. मैं बेटी हूँ. मुझे जीने का अधिकार है. इसलिए मुझे मत मारो. इसलिए मुझे मत मारो. ഇവിടെ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന ഭ്രൂണം തൻ്റെ മാതാപിതാക്കളോട്, അച്ഛനമ്മമാരോട് യാചിക്കുകയാണ്. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന അച്ഛനമ്മമാരോട് ആ ഭ്രൂണം യാചിക്കുകയാണ്. എന്താ പറയുന്നത്? മയ്യ, ജനം സേ പെഹലെ മത് മാർ. അമ്മേ, ജനിക്കും മുൻപേ മത് മാർ, കൊല്ലരുത്. അമ്മേ, ജനിക്കും മുൻപേ എന്നെ കൊല്ലരുത്. ബാബുൽ, ജനം സേ പെഹലെ മത് മാർ. ബാബുൽ, അച്ഛാ, ജനം സേ പെഹലെ മത് മാർ. ജനിക്കും മുൻപേ എന്നെ കൊല്ലരുതേ. चाहे मुझको प्यार न देना, चाहे तनिक दुलार न देना. ഇനി ഭ്രൂണം അച്ഛനമ്മമാരോട് പറയുന്നു, ചാഹെ മുജ്കോ പ്യാർ ന ദേന. മുജ്കോ പ്യാർ ന ദേന, എനിക്ക് നിങ്ങൾ സ്നേഹം തരേണ്ട. തനിക് ദുലാർ ന ദേന, തനിക് അല്പം പോലും നിങ്ങൾ എന്നെ ദുലാർ ന ദേന, നിങ്ങൾ എനിക്ക് വാത്സല്യം നൽകേണ്ട. നിങ്ങളെന്നെ അല്പം പോലും സ്നേഹിക്കേണ്ട. അല്പം പോലും നിങ്ങളെനിക്ക് വാത്സല്യം തരേണ്ട. കർ പാവോ തോ ഇത്ന കർണ. ഇത്ന കർണ, നിങ്ങളെനിക്ക് ഇത്രമാത്രം ചെയ്താൽ മതി. ജന്മ സേ പഹലെ മാർ ന ദേന. ജന്മ സേ പഹലെ, ജനിക്കും മുൻപേ, മാർ ന ദേന, എന്നെ കൊല്ലാതിരിക്കുക. മേം ബേട്ടി ഹൂം. മേം ബേട്ടി ഹൂം, ഞാൻ മകളാണ്. മുജ്കോ ഭി ജീനെ കാ അധികാർ ഹെ. അതുകൊണ്ട് മുജ്കോ ഭി, എനിക്കും ഇവിടെ, ജീനെ കാ അധികാർ ഹെ, ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മകളാണെന്ന് കരുതി എന്നെ കൊല്ലരുത്. എനിക്കും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഭ്രൂണം അച്ഛനമ്മമാരോട് യാചിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു? വീണ്ടും ആ ഭ്രൂണം അച്ഛനമ്മമാരോട് പറയുകയാണ്, മേരാ ദോഷ് ബതാവോ മുജ്കോ. मेरा दोष बताओ मुझको. क्यों बेबात सताओ मुझको. क्यों बेबात सताओ मुझको. मैं भी अंश तुम्हारा ही हूँ. मैं भी अंश तुम्हारा ही हूँ. तजकर फेंक न जाओ मुझको. तजकर फेंक न जाओ मुझको.
जीने का जो हक दे दो तुम, देख लूं ये संसार. मेरा दोष बताओ मुझको, मेरा दोष മുജ്സെ ബതാവോ, എൻ്റെ ദോഷം, എൻ്റെ കുറ്റം എന്താണെന്ന് മുജ്സെ ബതാവോ, എന്നോട് പറയൂ. അപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരു മകളാണ്. മേരാ ദോഷ് മുജ്കോ ബതാവോ, എന്താണ് എൻ്റെ ദോഷം അല്ലെങ്കിൽ എന്താണ് എൻ്റെ തെറ്റ് എന്നോട് പറഞ്ഞു തരൂ. ക്യോം ബേബാത്ത് സതാവോ മുജ്കോ, ക്യോം ബേബാത്ത് സതാവോ മുജ്കോ. ക്യോം എന്തിനാണ്, ബേബാത്ത് വെറുതെ, മുജ്കോ സതാവോ എന്നെ ഉപദ്രവിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ വെറുതെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. मैं भी अंश तुम्हारा ही हूँ, मैं भी अंश तुम्हारा ही हूँ. ഞാനും തുമ്ഹാര നിങ്ങളുടെ അംശ് ഭാഗം തന്നെയാണ്. ഞാനും मैं भी तुम्हारा अंश ही हूँ, ഞാനും നിങ്ങളുടെ ഒരു അംശം തന്നെയാണ്, നിങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. തജ്കർ ഫേങ്ക് ന ജാവോ മുജ്കോ, തജ്കർ ഫേങ്ക് ന ജാവോ മുജ്കോ. അതുകൊണ്ട് മുജ്കോ എന്നെ, തജ്കർ ഫേങ്ക് ന ജാവോ, തജ്കർ ഫേങ്ക് ന ജാവോ, നിങ്ങളെന്നെ ഉപേക്ഷിച്ച് കളയരുത്. മുജ്കോ തജ്കർ ഫേങ്ക് ന ജാവോ, എന്നെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, ഉപേക്ഷിച്ച് കളയരുത്. ജീനെ കാ ജോ ഹക്ക് ദേ ദോ തും, ദേഖ് ലോ യേ സംസാർ. ജീനെ കാ ജോ ഹക്ക് ദേ ദോ തും. എന്നിട്ട് പറയുന്നു, ഭ്രൂണം പറയുന്നു, ജീനെ കാ ഹക്ക്, ജീവിക്കാനുള്ള ഹക്ക്, അവകാശം, തും ദേ ദോ, തും നിങ്ങൾ എനിക്ക്, ദേ ദോ നൽകൂ. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നിങ്ങൾ എനിക്ക് നൽകൂ. ദേഖ് ലൂ യേ സംസാർ, ദേഖ് ലൂ യേ സംസാർ, ഞാനും ഈ ലോകമൊന്ന് കണ്ടോട്ടെ. അപ്പോൾ മകളാണെന്ന് കരുതി എന്നെ നിങ്ങൾ കൊല്ലരുത്. എന്താണ് എൻ്റെ ദോഷം, അതെനിക്ക് പറഞ്ഞു തരൂ. എന്തിനാണ് നിങ്ങൾ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നത്. ഞാനും നിങ്ങളുടെ ഒരു അംശമല്ലേ, ഞാനും നിങ്ങളുടെ ഒരു ഭാഗം അല്ലേ. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുതേ. ഇവിടെ എനിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞാനും ഈ ലോകം ഒന്ന് കണ്ടോട്ടെ, നിങ്ങളെപ്പോലെ ഞാനും ഈ ലോകമൊന്ന് കണ്ടോട്ടെ. ഭ്രൂണം അച്ഛനമ്മമാരോട് യാചിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഥോഡി നസർ ബദൽ കർ ദേഖോ, ഥോഡി നസർ ബദൽ കർ ദേഖോ. നിങ്ങളുടെ നസർ കാഴ്ചപ്പാടുകൾ, ബദൽ കർ ദേഖോ, നിങ്ങളൊന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ബദൽ കർ ദേഖോ, മാറ്റി കാണൂ, മാറ്റി ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കൂ. സംഘ് സമയ്ക്ക് ചൽ കർ ദേഖോ, സംഘ് സമയ്ക്ക് ചൽ കർ ദേഖോ. സമയ്ക്ക് സംഘ്, സമയ്ക്ക് സംഘ്, കാലത്തിനോടൊപ്പം, കാലത്തോടൊപ്പം അല്ലെങ്കിൽ കാലത്തിനൊപ്പം. ചൽ കർ ദേഖോ, നിങ്ങളുമൊന്ന് നടന്നു നോക്കൂ. അപ്പോൾ അച്ഛനമ്മമാരോട് പറയുന്നു, ധോഡി നസർ ബദൽ കർ ദേഖോ,
തും അപ്നെ നസർ ബദൽ കർ ദേഖോ. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറ്റിയെടുക്കൂ. എന്നിട്ട് സമയ് കെ സംഗ്, കാലത്തിനൊപ്പം ചൽ കർ ദേഖോ, നടന്നു നോക്കൂ. നിങ്ങളും കാലത്തിനോടൊപ്പം ഒന്ന് സഞ്ചരിച്ചു നോക്കൂ. ബേഠി സേ ഭി നാം ചലേഗ, ബേഠി സേ ഭി നാം ചലേഗ. മകളിലൂടെയാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് നാം ചലേഗ, പ്രശസ്തി കൈവരിക. ബേഠി സേ ഭി, മകളിലൂടെയായിരിക്കാം ഒരുപക്ഷെ നാം ചലേഗ, നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കുക. ടഹരോ ജരാ സംഭൽ കർ ദേഖോ, ടഹരോ ജരാ സംഭൽ കർ ദേഖോ. അതുകൊണ്ട് തന്നെ ജരാ സംഭൽ കർ ദേഖോ, സംഭൽ കർ പരിഗണിക്കൂ. ജരാ മുझे भी സംഭൽ കർ ദേഖോ, നിങ്ങൾ എന്നെയും ഒന്ന് പരിഗണിച്ചു നോക്കൂ. എനിക്കും ഇവിടെ ജന്മം നൽകാൻ നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറ്റി എന്നെയും കൂടെ ഒന്ന് പരിഗണിച്ചു നോക്കൂ. ചൗഥേപ്പൻ കി ലാഠി ബൻകർ ദൂംഗി ദൃഢ ആധാർ, ചൗഥേപ്പൻ കി ലാഠി ബൻകർ. നിങ്ങൾക്ക് ചൗഥേപ്പൻ, വാർദ്ധക്യമാകുമ്പോൾ, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ലാഠി ബൻകർ, ഊന്നുവടിയായി ഞാൻ ദൃഢ ആധാർ ദൂംഗി, ദൃഢ ആധാർ ദൂംഗി. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ആശ്രയമായി, അഭയമായി കൂടെയുണ്ടായിരിക്കും. നിങ്ങൾക്ക് വാർദ്ധക്യമാകുമ്പോൾ നിങ്ങളുടെ ഊന്നുവടിയായി, നിങ്ങൾക്ക് തുണയായി, നിങ്ങൾക്ക് ആധാർ, അഭയമായി, ആശ്രയമായി ഞാനുണ്ടായിരിക്കും. അതുകൊണ്ട് എന്നെയും കൂടെ പരിഗണിക്കും. ഈ ഭൂമിയിൽ എനിക്കും ജീവിക്കാൻ അവകാശമുണ്ട്. मैं जब आंगन में डोलूंगी, मिस्री सी भोली बोलूंगी, सेवा करुणा त्याग तपस्या के नूतन द्वारे खोलूंगी, दोनों कुल के मान की खातिर तन मन दूंगी वार. मैं जब आंगन में डोलूंगी, मैं जब ആങ്കൻ മേം ഡോലൂങ്കി, എനിക്ക് ജന്മം തന്നാൽ, എന്നെ ജനിക്കാൻ അനുവദിച്ചാൽ ഞാൻ ആങ്കൻ മേം, ഘർ കെ ആങ്കൻ മേം, ഈ വീടിൻ്റെ മുറ്റത്ത്, മേം ഡോലൂങ്കി, ഞാൻ കളിച്ചുല്ലസിക്കും. എനിക്ക് ജനിക്കാൻ അവസരം തന്നാൽ, എനിക്ക് ജന്മം തന്നാൽ ഈ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഉല്ലസിച്ച് നടക്കും. മിസ്രി സി ഭോലി ഭോലൂങ്കി, മിസ്രി സി ഭോലി ബോലൂങ്കി. മിസ്രി കൽക്കണ്ടം, കൽക്കണ്ടത്തെ പോലെ മാധുര്യമൂറുന്ന ഭോലി ബോലൂങ്കി, സംസാരത്തിലൂടെ നിങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കും. കൽക്കണ്ടത്തിൻ്റെ മാധുര്യമൂറുന്ന വാക്കുകളിലൂടെ, സംസാരത്തിലൂടെ നിങ്ങളെ ഞാൻ ആനന്ദിപ്പിക്കും. സേവ കരുണ त्याग तपस्या आदि के नूतन द्वार ഖോലൂങ്കി. ഇനി നിങ്ങളോട് മാത്രമല്ല, ഈ ലോകത്തിനോട്, സമൂഹത്തോട് മുഴുവൻ സേവ, കരുണ, ത്യാഗ്, തപസ്യ, ഈ ലോകത്തോട്, ഈ സമൂഹത്തോട് മുഴുവനും സേവയും കരുണയും ത്യാഗവും തപസ്യയും ഇങ്ങനെയുള്ള മാനവീയ ഗുണങ്ങളുടെ എല്ലാം
നൂതൻ ദ്വാർ, പുതിയ കവാടം, പുതിയ വാതിൽ ഞാൻ ഖോലൂങ്കി, തുറന്നിടും. മാതാപിതാക്കളോട് മാത്രമല്ല, എല്ലാവരോടും, ഈ സമൂഹത്തിനോട്, ഈ ലോകത്തിൽ സേവയും കരുണയും ത്യാഗവും തപസ്യയും എല്ലാം ഉള്ളവളായി ഒരു നൂതൻ ദ്വാർ, പുതിയ ഒരു കവാടം, പുതിയൊരു വാതിൽ ഞാൻ ഖോലൂങ്കി, തുറക്കും. ദോനോം കുൽക്കെ മാൻ കി ഖാതിർ തൻ മൻ ദൂങ്കി വാർ. ദോനോം കുൽക്കെ, ദോനോം കുൽ, രണ്ട് കുലങ്ങളുടെയും, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും രണ്ട് കുലങ്ങളുടെയും, മാൻ കി ഖാതിർ, മാൻ അന്തസ്സ്, രണ്ട് കുലങ്ങളുടെയും അന്തസ്സിനു വേണ്ടി, മേം തൻ മൻ വാർ ദൂങ്കി, മേം ഞാൻ, മേരാ തൻ ഔർ മൻ, എൻ്റെ തൻ ശരീരവും, മൻ മനസ്സും, വാർ ദൂങ്കി അർപ്പിക്കും. രണ്ട് കുലങ്ങളുടെയും, അച്ഛൻ്റെയും അമ്മയുടെയും ഇരു കുലങ്ങളുടെയും, മാൻ കി ഖാതിർ, നന്മയ്ക്കു വേണ്ടി, അപ്ന തൻ ഔർ മൻ വാർ ദൂങ്കി, ഞാൻ എൻ്റെ ശരീരവും മനസ്സും വാർ ദൂങ്കി അർപ്പിക്കും. അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യുന്നവളായി ഞാൻ മാറും. അങ്ങനെയുള്ള എനിക്ക്, ഈ മകൾക്ക് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ, ഈ മകൾക്ക് ഇവിടെ ജീവിക്കാൻ നിങ്ങൾ അവസരം നൽകൂ, അനുവദിക്കൂ എന്നാണ് ഭ്രൂണം തൻ്റെ മാതാപിതാക്കളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ സരിത ശർമ്മ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് പുരുഷകേന്ദ്രിതമായ സമൂഹത്തിൽ നിന്നും മാറി സ്ത്രീ സമത്വ സാമൂഹിക ജീവിതം ലഭിക്കുന്ന ഒരു പുതിയ കാലം സ്വപ്നം കാണുന്നു. പുരുഷകേന്ദ്രിതമായ സമൂഹത്തിൽ നിന്നും മാറി സ്ത്രീക്കും പുരുഷനും തുല്യമായ സമത്വമുള്ള സാമൂഹികമായ ജീവിതം കവയത്രി സ്വപ്നം കാണുന്നു. കാരണം സ്ത്രീകൾക്കും അവരുടേതായ കഴിവുകളുണ്ട്, സമൂഹത്തിൽ അവർക്കും പുരുഷൻ്റേതുപോലുള്ള സ്ഥാനമുണ്ട്, ജീവിക്കാൻ അവകാശവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അങ്ങനെ ആ അവസ്ഥയിലിരിക്കുന്ന ഒരു ഭ്രൂണത്തെ ഇല്ലാതാക്കുന്ന ആധുനിക പ്രവണതയെ കവയത്രി നിരുത്സാഹപ്പെടുത്തുകയും കൂടിയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു നല്ല സന്ദേശവും കൂടിയാണ് ഈ കവിത നൽകുന്നത്. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്ഥാനമാണ് സരിത ശർമ്മ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ കവിതയിലൂടെ നൽകുന്നത്. അപ്പം ഈ കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ബാക്കി കവിതയുമായി ബന്ധപ്പെട്ട
മറ്റ് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അതുവരേക്കും ധന്യവാദ്.